പവിത്രം സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സാബു ആണെങ്കിൽ ഇൻസ്പെക്ടർ സാബു ആണെങ്കിൽ നമ്മുടെ മാഷിനെ വിളിക്കുകയാണ്. മാഷിനെ വിളിച്ചിട്ട് പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. തൻ്റെ മകൻ വിശ്വം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മാഷാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. എന്തിനായിരിക്കും? അപ്പോൾ മാഷ് ഞെട്ടി ചോദിക്കുകയാണ്, വിശ്വത്തിനെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാബു പറയാണ്, തൻ്റെ മകനാണെങ്കിൽ പൈസ കള്ളക്കേസിലാണ് ഇവിടെ കൊണ്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരുന്നത്. എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരണം. തൻ്റെ മക്കളെല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സാബു ആണെങ്കിൽ നമ്മുടെ മാഷിനെ കളിയാക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കമലയും ശ്രീജയും എന്താണെന്നറിയാൻ വേണ്ടി മാഷിൻ്റെ അടുത്തോട്ട് വരികയാണ്. കമല ചോദിക്കുക, എന്താ മാഷേ, എന്താ കാര്യം എന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയുകയാണ്, നമ്മുടെ വിശ്വത്തെ പോലീസ് പിടിച്ചെന്ന്. അപ്പോൾ ശ്രീ ചോദിക്കുന്നത്, എൻ്റെ വിശ്വട്ടിനെ പോലീസ് പിടിച്ചത് എന്താ കാര്യം, എന്താ വെച്ചാൽ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പം മാഷ് പറയുകയാണ്, അവൻ അവിടെ നിന്ന് പൈസ അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അവൻ പൈസ മോഷ്ടിച്ചു എന്ന് പറയുന്ന കേസിലാണ് അവനെ പോലീസ് പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ശ്രീജ കരച്ചില്ലായി. അപ്പം നമ്മുടെ വിനായകൻ അവിടെ ഇപ്പോൾ വിനായകനും നന്ദിനിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിച്ച പോലെ നടന്നെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം മാഷ് പറയുകയാണ്, എൻ്റെ ഇളയ മകൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ അതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ പോവില്ല. പക്ഷേ വിശ്വ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് മാഷ് പോകാനായിട്ട് ഒരുങ്ങി തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ശ്രീജ പറയണം. അപ്പം എന്താന്ന് ചോദിക്കും. അപ്പം വിശ്വട്ടനാണെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനി നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീകാന്തിൻ്റെ കമ്പനിയാണ്. അത് ഇന്നലെയാണ് വിശ്വട്ടന് മനസ്സിലായത്. അച്ഛനോട് പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടി. അപ്പോൾ വേദയും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. വേദയ്ക്ക് ഒരു സംശയം തോന്നി, ഇനി ശ്രീകാന്ത് എങ്ങാനും നമ്മുടെ വിശ്വട്ടനെ പെടുത്തിയതാണോ എന്ന് വേദയ്ക്ക് വന്നൊരു സംശയം തോന്നി. പിന്നെ ശ്രീജയുടെ കരച്ചിൽ കണ്ട് വേദ വന്ന് ആശ്വസിപ്പിക്കുന്നതൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പം അച്ഛൻ ചെന്ന് വിനായകനോട് ചോദിക്കുകയാണ്, നീയല്ലേ വിശ്വന് ആ ജോലി ശരിയാക്കി കൊടുത്തത്? നിനക്കറിയത്തില്ലായിരുന്നോ അത് വേദയുടെ ചേട്ടൻ്റെ കമ്പനിയാണെന്ന്? അപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് വിനായകൻ അറിയത്തില്ല. വിനായകനെ കണ്ണും തെള്ളി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല അച്ഛാ, ഒരു ജോലിയോടെ ഒരു വേക്കൻസി ഉണ്ടെന്നും എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പം ആ വേക്കൻസിയുടെ കാര്യമാണ് ഞാൻ വിശ്വട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയത്തില്ല അത് വേദയുടെ ചേട്ടൻ്റെ കമ്പനിയാണെന്നൊന്നും എനിക്കറിയത്തില്ലെന്ന്. ഇത്രയും പറഞ്ഞ് എന്തായാലും വിനായകൻ അന്നേരം കള്ളത്തരം പറയുകയാണ്. എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങ് പോയി. അപ്പം വേദ വന്ന് വിനായകൻ ചോദിക്കണം, ഏത് ഫ്രണ്ടാണ് വിനായകനേട്ടനോട് പറഞ്ഞത് അവിടെ വേക്കൻസി ഉണ്ടെന്ന്? അപ്പോഴത്തേക്ക് വിനായകൻ വീണ്ടും അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. വിനായകൻ പറഞ്ഞു, അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം, എങ്ങനെയെങ്കിലും വിശ്വട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുക, അതല്ലേ ഇപ്പം വേണ്ടുന്നതെന്നും പറഞ്ഞിട്ടങ്ങ് വാ നന്ദിനി എന്നും പറഞ്ഞ് നന്ദിനിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് വേദയ്ക്ക് കൂടുതൽ സംശയമായി, വിനായകനെയും ശ്രീകാന്തിനെയൊക്കെ സംശയമായി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജയാണെങ്കിൽ നമ്മൾ വിക്രമത്തെ വിളിക്കുകയാണ്. വിക്രം ഇപ്പോൾ വർക്ക്ഷോപ്പിലായിരുന്നു. വിക്രത്തെ വിളിക്കുമ്പോൾ, എന്താ ശ്രീജേട്ടത്തി? അപ്പം ശ്രീജ കരഞ്ഞുകൊണ്ട് പറയുന്നത്, നമ്മുടെ വിശ്വട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത്. അപ്പം വിക്രം ചോദിക്കണേ, എന്ത് കാര്യത്തിന് വിശ്വട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത്? വിശ്വട്ടൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് വിശ്വട്ടൻ പൈസ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന കാര്യത്തിനാണ് വിശ്വട്ടനെ പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ വിളിച്ച് പറയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ വിശ്വട്ടൻ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് നിനക്കറിയത്തില്ല, എൻ്റെ വിശ്വട്ടൻ പാവമാണ്, വിശ്വട്ടൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, നിനക്കറിഞ്ഞൂടെ? അപ്പം പറഞ്ഞ്, ശ്രീജേട്ടത്തി കരയണ്ട, ഞാൻ അന്വേഷിക്കാം. അപ്പം ശ്രീജ പറയണം, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് വിക്രം. ആ കമ്പനിയാണെങ്കിൽ നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീകാന്തിൻ്റെ കമ്പനിയാണ്. അയാൾ ഇതിലെൻ്റെ വിശ്വട്ടനെ പെടുത്തിയതാണോ എന്ന് എനിക്കറിയത്തില്ല എന്ന് ശ്രീജ പറയുകയാണ്. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് വിക്രം ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ ശ്രീജേട്ടത്തിൽ നിന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പം അവിടെയുള്ള ബാക്കി വിക്രമിൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ ഒന്നുമില്ല, ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ പോയിട്ട് വരട്ടെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിക്രം ഒന്ന് പോവുകയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ മാഷ് അങ്ങോട്ട് വരികയാണ്. മാഷ് അങ്ങോട്ട് വരുമ്പോൾ വിക്രമും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ കാണുമ്പം ഈ മറ്റേ എസ് ഐ ചോദിക്കണം, ആ അച്ഛനും മോനും ഒന്നായോ എന്ന് ചോദിക്കുകയാണ്. മാഷിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ പാവം വിശ്വന് ഭയങ്കര സന്തോഷമാവുകയാണ്. വിശ്വൻ പറയുന്നത് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. വിശ്വത്തിനെ പിടിച്ച് അയാൾ സെല്ലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ എസ് ഐ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടും ഒന്നിച്ചോ? അപ്പോൾ ഉടനെ മാഷ് പറയും, ഞാൻ എൻ്റെ മോൻ്റെ വിശ്വത്തിൻ്റെ കാര്യം അന്വേഷിക്കാനാണ് വന്നത്.
അപ്പം പറയും മാഷ് എസ് ഐ പറയും മാഷിരിക്ക് വിശദമായിട്ട് പറയാം. അപ്പം നമ്മുടെ മാഷ് പറയും വേണ്ട സാറ് കാര്യം പറഞ്ഞോളാൻ പറയും. അപ്പം പറയും വിഷൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് 10 ലക്ഷം ബാങ്കിലേക്ക് അടയ്ക്കാൻ കൊടുത്തു വിട്ടു. അത് കൊടുത്തു വിട്ടപ്പം പൈസയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് പേപ്പറായി മാറി. അപ്പം ഇയാൾ മോഷ്ടിച്ചല്ലാതെ അത് എവിടെ പോകാൻ, അതാണ് കേസെന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് പറയാണ് എൻ്റെ മക്കൾ ആരും മോഷണക്കുറ്റം ചെയ്യത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്നെങ്കിൽ സാറ് കൊടുക്കും, മാഷ് കൊടുക്കുക 10 ലക്ഷം രൂപ. അതാണ്ട് വിക്രമിൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെയാണ് കമ്പനി, കൊടുക്കുക 10 ലക്ഷം രൂപയെന്നും പറഞ്ഞ് നമ്മുടെ എസ് ഐ പറയുന്നു. എസ് ഐ ഒരു കള്ളനാണ്. അപ്പോൾ മാഷ് പറയണേ എനിക്ക് വിഷയത്തെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പം പറഞ്ഞു പോയി കണ്ടിട്ട് വാ. അങ്ങനെ മാഷും വിക്രമും കൂടെ നമ്മുടെ വിഷയത്തെ കാണാൻ പോകുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് വിഷയത്തിൻ്റെ അടുത്ത് മാഷ് ചോദിക്കണേ എന്താ വിഷയം സംഭവിച്ചത്? അപ്പം പറയുകയാണ് എനിക്കാണെങ്കിൽ കമ്പനിയിൽ നിന്ന് പൈസ തന്നു വിട്ടച്ച, പിന്നെ അവിടെ ചെന്ന് അടയ്ക്കാനകത്ത് അത് എങ്ങനെ പേപ്പറായി മാറിയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ വിക്രം ചോദിക്കുകയാണ് അപ്പം വിഷേട്ടൻ പോയ വഴിയിൽ എന്തെങ്കിലും ആരെങ്കിലും ബാഗ് എവിടെയെങ്കിലും വെച്ചോ, എങ്ങനെയാണെന്ന് ചോദിക്കും. എന്നൊരു വിഷയം പറയും, കഥ പറയും. ഞാനവിടെ പോയപ്പോൾ ബാങ്കിന് മുന്നിൽ വെച്ച് ഒരാൾ കുഴഞ്ഞു വീഴുകയും ഞാൻ അയാളെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ബാഗ് അവിടെ വെച്ചിരുന്ന് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ വിഷയം വളരെ വിഷമത്തോടെ ഇങ്ങനെ പറയുകയാണ്. അപ്പം വിക്രം പറയുന്നത് വിഷയം വിഷമിക്കേണ്ട, ഇതെന്താണ് ചതി നടത്തിയതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിക്രം പറയുകയാണ്. എനിക്കറിയത്തില്ലായിരുന്നു അത് വേദയുടെ ചേട്ടൻ്റെ കമ്പനിയാണെന്ന് വിഷയം പറയുന്നത്. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് അത് ശ്രീകാന്തിൻ്റെ കമ്പനിയാണെന്ന്. അപ്പോഴത്തേക്കും മാഷ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വിക്രം നമ്മുടെ വിശ്വത്തോട് പറയുന്നത് എൻ്റെ വിശ്വട്ടനെ ചതിച്ച് ആരായാലും ഞാൻ വെറുതെ വിടത്തില്ല, ഇതിന് പകരം വീട്ടിൽ തന്നെ ചെയ്യും, എന്തായാലും എത്രയും പെട്ടെന്ന് വിശ്വട്ടനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിക്രമൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിൽ വിക്രം അങ്ങോട്ട് വരികയാണ്. വിക്രമനെയും കാത്ത് എല്ലാവരും ഇരിപ്പുണ്ട്. കമലാമ്മയും ശ്രീജയും വിക്രത്തെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി വന്നു. അപ്പോൾ ശ്രീജ ചോദിക്കണം എന്ത് പറ്റി വിക്രം, എൻ്റെ വിശ്വട്ടന് എന്താ പറ്റിയെന്ന് ഓടി വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ എന്ത് കേസിലാണ് എൻ്റെ വിശ്വട്ടത്തിനെ അകത്താക്കിയതെന്ന് നമ്മുടെ ശ്രീജ ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയണം അത് കള്ളക്കേസിലാണ്, പൈസ കട്ടുവെന്ന രീതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കമ്പനിയിലെ ബാങ്കിലേക്ക് അടയ്ക്കാൻ കൊണ്ടുപോയ പൈസ വിശ്വട്ടൻ എടുത്തു എന്ന രീതിയിലാണ് കേസ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ശ്രീജ പറയുന്നത് എൻ്റെ വിശ്വട്ടൻ അങ്ങനൊന്നും എടുക്കത്തില്ല, വിശ്വട്ടൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യത്തില്ല, അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എൻ്റെ വിശ്വട്ടൻ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ശ്രീജ പറയും. അപ്പം ഇത് കേൾക്കുമ്പോൾ കമല പറയും എൻ്റെ പാവം മോനെ ആരാ കുടിക്കിയത്, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല, എൻ്റെ മോനെ ആരാ കുടിക്കിയത് പറഞ്ഞാൽ കമലാമ്മയും ഭയങ്കര കരച്ചിലൊക്കെ. അപ്പം വിക്രം പറയാണ് ഇത് മനഃപൂർവ്വം കുടിക്കിയതാണ്, ശ്രീചേട്ടത്തിക്ക് അറിയത്തില്ലായിരുന്നു, വിശ്വട്ടനും അറിയത്തില്ലായിരുന്നു ഇത് ശ്രീകാന്തിൻ്റെ കമ്പനിയാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് അറിഞ്ഞത്, അതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു. ആ കാര്യം എൻ്റെ അടുത്ത് വിശ്വട്ടൻ പറയുകയും ചെയ്തു, ഇന്നലെ അറിഞ്ഞിരുന്നു, അച്ഛനോടൊക്കെ പറയണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് ശ്രീജ പറയുകയായിരുന്നു. നമുക്ക് അന്നേരം മനസ്സിലാക്കിക്കൂടെ നമ്മളെ എങ്ങനെ ദ്രോഹിക്കണമെന്നും പറഞ്ഞ് നടക്കുന്നവരാണ് ശ്രീകാന്തൊക്കെ. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ നമുക്കിട്ട് അതിനുള്ള പണി തന്നെയാണെന്ന് വിക്രം പറയുകയാണ്. ഇതൊക്കെ കേട്ടോണ്ട് വേദ അവിടെ നിൽപ്പുണ്ട്. വേദയ്ക്കാണെങ്കിൽ വളരെ വിഷമം വരുന്നത്. വേദ പറയുകയാണ് ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്കറിയാം നേരിടാനെന്ന് പറഞ്ഞ് വേദ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് വരും എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.